ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നിട്ടും കേന്ദ്രം വാഴുന്നവർക്ക് യാതൊരു കനിവും ഉണ്ടാകുന്നില്ല. ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ അവസാനപാദ കടമെടുപ്പും കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 5600 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇത് കാണുമ്പോൾ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെ അല്ലേ എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. ഇതേ തുടർന്ന് സംസ്ഥാനത്തിന്റെ അവസാനപാദ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാകും. വർഷാന്ത്യ ചെലവുകളും വലിയ പ്രതിസന്ധിയിലാകും. കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സർക്കാരിനോടുള്ള പിന്തുണയും കണ്ട് കേന്ദ്രത്തിന് സഹിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ തുടർഭരണം സുനിശ്ചിതമാണ്. ജനങ്ങളുടെ സർക്കാരിനുള്ള പിന്തുണ തകർക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. അതിന് ക്ഷേമ പ്രവർത്തനങ്ങൾ താറുമാറാക്കണം, കേരളത്തിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കണം. എന്നാൽ അങ്ങനെ പ്രതിസന്ധിയിലാക്കിയിട്ടും കേരളം മുന്നോട്ട് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ നിർത്തിവെക്കാമെന്നുള്ള കേന്ദ്രത്തിന്റെ മനക്കോട്ട തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 3.5 വർഷം ക്ഷേമ പെൻഷന്റെ വിഹിതം നൽകാതെ കേരളത്തെ ഞെരുക്കുകയായിരുന്നു കേന്ദ്രം. 2020 ജനുവരി മുതൽ 2023 ജൂൺ വരെ സംസ്ഥാനം മുൻകൂർ നൽകിയ 579.95 കോടി രൂപ കഴിഞ്ഞ മാസമാണ് കേന്ദ്രം അനുവദിച്ചത്. കേരളം 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകുമ്പോൾ കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് 5.66 ലക്ഷം പേർക്ക് മാത്രം. കേരളം എല്ലാവർക്കും പ്രതിമാസം നൽകുന്നത് 1600 രൂപയാണ്. എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ കേന്ദ്ര വിഹിതം 200 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയുമാണ്. 80% കുറവ് അംഗപരിമിതിയുള്ളവർക്ക് കേന്ദ്രം ഒരു സഹായവും നൽകുന്നില്ല. എന്നാൽ കേരളം 1600 രൂപ നൽകുന്നുണ്ട്. 80% മുകളിൽ അംഗപരിമിതിയുള്ളവർക്ക് 300 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അംഗപരിമിതി 80%-ലധികമാണെങ്കിൽ 18 വയസ്സിൽ താഴെയാണെങ്കിൽ കേന്ദ്ര സഹായമില്ല. കോളേജ് അധ്യാപകരുടെ UGC ശമ്പള കുടിശ്ശിക 750.93 കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ളത്. നെല്ല് സംഭരിച്ച വകയിൽ 790 കോടിയാണ് കേന്ദ്രം നൽകാനുള്ളത്. ആരോഗ്യ കേരളം പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികൾക്കുള്ള ഗ്രാന്റ് കേന്ദ്രം പൂർണ്ണമായും പിടിച്ചുവച്ചിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ പരിപാലനത്തിനായി 381 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ഒരു പൈസ പോലും ലഭ്യമായിട്ടില്ല. 15ാം ധനകമ്മീഷൻ ഗ്രാന്റായി 833.5 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ടത്. ഗ്രാമീണ മേഖലയ്ക്ക് 630 കോടി രൂപയും നഗരവികസനത്തിന് 203.5 കോടിയും. സമാധാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് 252 കോടി ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം അനുവദിച്ചത്. അപ്പോഴും 581 കോടി ഇനിയും ബാക്കിയാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പോലും 143.63 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ധനനയങ്ങളും നികുതി സമ്പ്രദായത്തിലെ മാറ്റവും മൂലം കേരളത്തിനുണ്ടായ വിഭവ നഷ്ടങ്ങളുടെയും നികുതി പിരിവിന്റെ അധികാരത്തിൽ വരുത്തിയ വെട്ടിക്കുറയ്ക്കലിന്റെയും ഭാഗമായി സംസ്ഥാനത്തിന്റെ വരുമാനക്കുറവിന്റെയും നഷ്ടപരിഹാരമെന്ന നിലയിലാണ് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചത്. ഇത് കേരളത്തിന് കേന്ദ്രം അനുവദിച്ച സൗജന്യമല്ല എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ കേന്ദ്ര നയങ്ങൾ മൂലം ഉണ്ടായ വരുമാന നഷ്ടത്തിന്റെ പകുതി പോലും റവന്യൂ കമ്മി ഗ്രാന്റിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 15ാം ധനകമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാന്റായി 37,814 കോടി രൂപയാണ് കേരളത്തിന് നിശ്ചയിച്ചത്. 2021-22 19,891 കോടി, 2022-23 13,174 കോടി, 2023-24 4,749 കോടി. അടുത്ത 2 വർഷങ്ങളിൽ ഈ ഇനത്തിൽ കേരളത്തിന് ഒരു രൂപ പോലും നിശ്ചയിച്ചിട്ടുമില്ല. ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിൽ ലഭിച്ചു വരുന്ന വിഹിതം ഓരോ ധനകമ്മീഷന്റെ കാലം കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നു. ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകകളിലും വായ്പാനുവാദത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 57,400 കോടി രൂപയാണ് കുറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് നികുതിയായി ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ധനകമ്മീഷൻ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നികുതി വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. 15ാം ധനകമ്മീഷൻ തീർപ്പനുസരിച്ച് നിലവിൽ കേന്ദ്രത്തിന് ലഭിക്കുന്ന തുകയുടെ 41% സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കുന്നുള്ളൂ. ഇതുകൂടാതെ സെസ്സും സർചാർജും കേന്ദ്ര നികുതി വിഹിതത്തിൽ കുത്തനെ ഉയർത്തിയതുമൂലം വിഭജിക്കുന്ന വിഹിതത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. കേരളത്തിനകത്തുനിന്ന് കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുകയാണ് കിട്ടാതെ പോകുന്നത്. GST വന്നതോടുകൂടി ട്രഷറി അക്കൗണ്ടിലെ FD സംസ്ഥാനത്തിന്റെ ബോറോയിങ് ആയാണ് കണക്കാക്കുന്നത്. ആ പേരിൽ 11,000 കോടി രൂപയാണ് കേരളത്തിന് കുറവുണ്ടായത്. 2022 ജൂൺ മുതൽ GST നഷ്ടപരിഹാരം നൽകുന്നതും കേന്ദ്രം അവസാനിപ്പിച്ചു. നവംബറിലെ അന്തർ സംസ്ഥാന ചരക്ക് സേവന ഇടപാടുകൾക്കുള്ള നികുതി IGST വിഹിതത്തിൽ 332 കോടി വെട്ടിക്കുറയ്ക്കാനും കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ അവസ്ഥയിലും സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി 3% കുറച്ചിരിക്കുകയാണ്. ഇത് 1% കൂടി ഉയർത്താൻ കേരളം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല. 2021-22 മുതൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പ അതതു വർഷം സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു.
ഇതിനു പുറമെയാണ് 2021-22 ഇരു സ്ഥാപനങ്ങൾക്കും ലഭിച്ച വായ്പയെ കടമെടുത്ത് അവകാശത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നത്. സമാന സ്വഭാവമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കടമെടുക്കുന്നത് കേന്ദ്രം സ്വന്തം കണക്കിൽ പെടുത്തുന്നുമില്ല. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 2022 മാർച്ചിൽ 58,300 കോടി രൂപയായിരുന്നു. ഇത് 2023 മാർച്ചിൽ 71,900 കോടി രൂപയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി കേരള സർക്കാരിന്റെ ചെലവ് പരിശോധിച്ചാൽ റവന്യൂ മൂലധന ഇനത്തിൽ മൊത്തം ചെലവ് 2021 മാർച്ചിൽ 1.39 ലക്ഷം കോടി രൂപയായിരുന്നത് 2023 മാർച്ചിൽ 1.59 ലക്ഷം കോടി രൂപയായി. 2022 മാർച്ചിലെയും 2023 മാർച്ചിലെയും വരവും ചെലവും താരതമ്യപ്പെടുത്തിയാൽ കേരളം ഇന്ന് നേരിടുന്ന ധനഞെരുക്കത്തിന്റെ അടിസ്ഥാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പാ അനുമതിയിലും വന്ന കുറവാണെന്ന് വ്യക്തമാണ്. കേന്ദ്ര പദ്ധതികളുടെ വിഹിതം പോലും കൃത്യമായ സമയത്ത് നൽകുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ കേരളത്തിലെ ധനകാര്യം സംബന്ധിച്ച വിഷയങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല എന്ന പച്ചക്കള്ളമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്. സംസ്ഥാനം AGക്ക് കൃത്യമായ കണക്കുകൾ നൽകിയിരുന്നു. ഇത് സാക്ഷ്യപ്പെടുത്തി കേന്ദ്രത്തിന് നൽകുന്നതിൽ AGയാണ് വീഴ്ച വരുത്തിയത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ അവസാനപാദ കടമെടുപ്പും കേന്ദ്രം വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തെ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയാണ് കേന്ദ്ര നീക്കം. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകണം എന്ന് ആവശ്യപ്പെട്ട് UDF സമർപ്പിച്ച നിവേദനത്തിൽ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാർ വീഴ്ച വരുത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നവരാണ്. ഒരു കള്ളം 1000 പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കുന്ന ഗീബൽസിയൻ തന്ത്രം ഇവിടെ വിലപ്പോകില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്.